വടക്കളം സന്ദീപ് പ്രദീപ് പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചലച്ചിത്രമാണ് കോസ്മിക് സാംസൺ. അതിന്റെ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. നോക്കാം വാ. യൂസ് ഹെഡ്ഫോൺസ്. ദ പ്രൊഡ്യൂസർ ഓഫ് മിന്നൽ മുരളി. എന്നാ ഷോട്ടടാ അത്, ആ വ്യൂ ഉണ്ടാ. സന്ദീപ് പ്രദീപ് ഫോൺ കോൾ വരണ കേട്ടാ. ചുമ്മാ പാട്ടൊക്കെ കേട്ട് ചില്ലിരിക്കും. ആ ഷോട്ട് കണ്ടാടാ, കിട്ടില്ലല്ലേ. ഒരു ഹോളിവുഡ് പടത്തിന്റെ ഒരു സാധനം ഇരിക്കുന്ന പോലെ. മറ്റേ കമ്പാരിസൺ അല്ല, ബാറ്റ്മാന്റെ ആ ഒരു ലോങ് ഷോട്ട് ഒക്കെ കിട്ടൂല, അതുപോലെ ആ ഒരു മേലിലിരിക്കുന്ന ഒരാള് താഴോട്ട് എല്ലാം കാണിക്കുന്നു. ഇതാ ചന്ദ്രനുണ്ട്. ഒരു കിട്ടില്ലൻ വിഷ്വല് പടവും. അതുപോലത്തെ ഫ്രം ദ പ്രൊഡ്യൂസർ ഓഫ് മിന്നൽ മുരളി. ഇതൊരു സൂപ്പർ ഹീറോ പടം എന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതൊരു അമാനുഷിക ശക്തി വരുന്ന മലയാളി സൂപ്പർ ഹീറോ. ഇനിയിപ്പോ എങ്ങനത്തെ തരത്തിലുള്ള സൂപ്പർ ഹീറോ, എങ്ങനെ സൂപ്പർ ഹീറോ ആയെന്നൊക്കെ കണ്ടു തന്നെ അറിയണം. പക്ഷെ ആ ഫസ്റ്റ് ഷോട്ട് തന്നെ അത് കാണുമ്പോ തന്നെ ഒരു മലയാള സിനിമ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. തേങ്ങ സൂപ്പർ ഹീറോ പവർ. കോസ്മിക് സാംസൺ, അഭിജിത്ത് ജോസഫ്, സോഫിയ പോൾ. കമന്റ് ആക്കോ എഡിറ്റർ. ഓ, സന്ദീപ് പ്രദീപ് ഇന്നാൻഡാസ് കോസ്മിക് സാംസൺ. ഇത് ആ ഒരു മലയാളത്തിന്റെ കർട്ടൻ റൈസർ ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പടത്തിന്റെ പേര് എനിക്ക് ഏറ്റവും ആകർഷിച്ചു. ഒരു നല്ല കിട്ടിലം പേര് കേട്ടാ. പ്രത്യേകിച്ച് മലയാള പടത്തിലൊന്നും വരാത്ത പോലത്തെ ഒരു വെറൈറ്റി പേര്, കോസ്മിക് സാംസൺ. ആൻഡ് സഞ്ജു സാംസൺ ആ സാംസൺ എടുത്തതായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചുബ ഒരു ഫൺ ടൈറ്റിൽ കിട്ടില്ല. ടൈറ്റിലാടാ കോസ്മിക് സാംസൺ. ആൻഡ് ഇത് ഫ്രം ദ ഡയറക്ടർ ഓഫ് മിന്നൽ മുരളി, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. ആ ഒരു ടൈപ്പ് പടം തന്നെയാണ് ഇത്, സൂപ്പർ ഹീറോ പടം. ഇനിയിപ്പം എങ്ങനത്തെ സൂപ്പർ ഹീറോ, എങ്ങനെ സൂപ്പർ ഹീറോ ആയി എന്നുള്ളതൊക്കെ പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ബട്ട് ഒരു നല്ലൊരു പടം വരുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ഒരു യൂണിവേഴ്സിൽ തന്നെയാണ് ഇതും വരും, അല്ലെങ്കിൽ കയറ്റാനുള്ള സാധ്യതകളും കൂടുതലുണ്ട്. അതായത് LCU ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സെ പോലെ ഈ ഒരു മിന്നൽ മുരളി അല്ലെങ്കിൽ അമാനുഷിക ശക്തി യൂണിവേഴ്സിലേക്ക് ആക്കാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് സന്ദീപ് പ്രദീപ്, നിങ്ങൾക്കറിയാം പടക്കളം സിനിമയിൽ സന്ദീപ് ഷറഫുദ്ദീന്റെ കൂടെയും സുരാജിന്റെ കൂടെയൊക്കെ അഭിനയിച്ച ആ ഒരു അഭിനയം, അതോടെ സന്ദീപിനെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. സന്ദീപിന്റെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച്, ആ ഒരു സംസാര ശൈലി, ആ ഒരു ആക്ഷനൊക്കെ നന്നായിട്ട് തന്നെ എല്ലാവർക്കും വർക്കൗട്ടായി. അതേപോലെ തന്നെ സന്ദീപ് ഷിഫ്റ്റ് ജോണർ ചെയ്ത് വന്ന സിനിമയായിരുന്നു എക്കോ. എക്കോയിൽ എന്നാ മാതിരിയാണ് സന്ദീപ് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. പിയൂഷ് എന്നൊരു കഥാപാത്രത്തിൽ കിട്ടില്ലനായിട്ട്, അതിപ്പോ സംസാരത്തിലാവട്ടെ, ഒരു കഥ പറയുന്ന രീതിയാവട്ടെ, നോട്ടാവട്ടെ, ആ ഒരു വേഷമാവട്ടെ, സന്ദീപ് കിട്ടില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതേ സന്ദീപ് തന്നെയാണ് വീണ്ടും അടുത്ത് ഒരു ഗ്രാഫ് ഉയർത്തുന്ന ഒരു ചിത്രത്തിൽ മെയിൻ റോളിൽ, അത് സൂപ്പർ ഹീറോ ചിത്രത്തിൽ. ഇതിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോ തന്നെ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. കാരണം നല്ലൊരു കിടിലം പടമാണ് വരാൻ പോകുന്നത്. ഇതിപ്പോ ഇതിന്റെ ഒരു കർട്ടൻ റൈസർ, ഇത് കർട്ടൻ റൈസർ ടീസർ ടൈപ്പാണ് അവർ റിലീസ് ചെയ്തത്. അത് തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഷോട്ടിൽ ഏതോ ഒരു മേലിലിരിക്കുന്നു, ഇരുന്നിങ്ങനെ പാട്ടും കേട്ട്, മലയാള പാട്ടും കേട്ട്. കാരണം മലയാള സൂപ്പർ ഹീറോ ആണ്. ഇങ്ങനെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് അച്ഛൻ വിളിക്കുന്നു. അച്ഛന്റെ സൗണ്ട് മുകേഷ് വിളിക്കുന്നു. എവിടെയാണ്? ഞാൻ ഇവിടെ ചില്ല് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ആ പെട്ടെന്ന് വാന്ന് പറയുമ്പോൾ താഴോട്ട് ചാടുന്നു. സൂപ്പർ ഹീറോ ആയതുകൊണ്ടാണ് ധൈര്യമായിട്ട് താഴോട്ട് ചാടിയിട്ട് പറയണം, പുല്ല് തേഞ്ഞല്ലോ, നോക്കട്ടെ ഒരു കാറ് മൊത്തം ഇടിഞ്ഞും പൊടിഞ്ഞും കിടക്കണം. അതായത് ചാടിയ കാറിന്റെ മേലാണ് വീണത്. ആ ഒരു സൂപ്പർ ഹീറോ പവർ, സൂപ്പർ ഹീറോ പടമാണ് വരാൻ പോകുന്നത്. സൂപ്പർ ഹീറോ എന്ത് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷനാണ് അതിൽ കാണിച്ചു തന്നത്. എനിക്കൊരു പേഴ്സണലി ഒരു നല്ലൊരു എക്സ്പെക്ടേഷനിൽ വരുന്ന ഒരു ചിത്രം കൂടെയാണ് ഇത്. ഒന്ന് ടൈറ്റിൽ കോസ്മിക് സാംസൺ, ആൻഡ് ഒന്ന് ഫ്രം ദ പ്രൊഡ്യൂസർ ഓഫ് മിന്നൽ മുരളി. കാരണം മിന്നൽ മുരളി എത്ര ആ ഒരു താല്പര്യത്തോടെ അവര് ചെയ്യാൻ ആ ഒരു കാണിച്ചോ, ആ ഒരു താല്പര്യം കാണിച്ചോ, അത് തന്നെ അവർ ഇതിലും ചെയ്യുന്നുണ്ട്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്, സോഫിയ പോൾ. അപ്പൊ ഇവിടെ നല്ലൊരു പടം വരുമെന്ന് തന്നെയാണ്. ഇതിന്റെ എഡിറ്റർ ചമൻ ജാക്കോ തന്നെയാണ്. ആദ്യമൊക്കെ കണ്ടപ്പോ ഈ ഒരു സീന് മുമ്പ് ലോഗോയിലൊക്കെ കണ്ട പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അതുപോലെ കിട്ടില്ല ആ ഒരു വിഷ്വൽ, ആ ഒരു സൂപ്പറാണ്. ആ ചാട്ടത്തിന് പുല്ല് തേഞ്ഞല്ല, അങ്ങനത്തെ ഒരു സംസാരവും, ആ ഒരു കാറ് പൊട്ടിക്കിടക്കുന്നു. കട്ടൻ റൈസർ തന്നെ നന്നായിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ടീസറും കൂടെ വന്നാൽ സൂപ്പർ ആയിരിക്കും, പടത്തിന്റെ ഹൈപ്പ് കയറും.
ആൻഡ് സന്ദീപിന്റെ ഗ്രാഫ് ഉയർത്തുന്ന രീതിയിലുള്ള സിനിമ തന്നെയാണ് വരുന്നത്. ബട്ട് ഇത് നസ്ലന്റെ കാര്യത്തിൽ വരുമ്പോൾ നസ്ലനെ ഈ റോംകോം ജോണർ അഭിനയിച്ച് എല്ലാവർക്കും നസ്ലനെ ആ ഒരു രീതിയിൽ കണ്ടും പോയി. എല്ലാവർക്കും നസ്ലൻ ഒരു ഷിഫ്റ്റ് ജോണർ, അതായത് ഇപ്പൊ മോളിവുഡ് ടൈംസ് വന്നപ്പോൾ നസ്ലൻ നന്നായിട്ട് അഭിനയിച്ചു എന്നില്ല എന്നൊരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. ബട്ട് എന്നിരുന്നാലും അതെന്തോ പേഴ്സണലി ചേരാത്ത പോലെയോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. ബട്ട് എന്നാലും അഭിനയിച്ചു, ബട്ട് എന്തോ ഒരു പേഴ്സണലി അത് ചേരാത്ത പോലെ. ചിലപ്പോൾ ഇനി പടങ്ങൾ ചെയ്യുമ്പോൾ അത് ചേരുമായിരിക്കാം, ആ റോംകോം ഉള്ള ആ ഒരു ഫേസ് മാറി കറക്റ്റായിട്ട് വരുമായിരിക്കാം. എന്നിരുന്നാലും ഇപ്പൊ സന്ദീപിനൊരു നല്ലൊരു ടൈം തന്നെയാണ് പടക്കളം ആൻഡ് ഇപ്പൊ എക്കോ 2 ഹിറ്റാണ്. ആൻഡ് ഇപ്പൊ ഇത് വരുന്നത് കോസ്മിക് സാംസൺ. എന്തായാലും കത്തിക്കും കേട്ടാ.